അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെയേറെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് മുഹറം മാസം. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും അതിൻ്റെ ധാരാളം ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഫ്ദലു സിയാമി ബഅദ ശഹ്രി റമദാൻ ഷഹ്റുല്ലാഹിൽ ലദീ തദ്ഊനഹുൽ മുഹറം. റമദാൻ മാസത്തിന് ശേഷം സുന്നത്ത് നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം അത് മുഹറം മാസമാണ്. മുഹറം എന്ന് നിങ്ങൾ പേര് വിളിക്കുന്ന മുഹറം മാസമാണ് റമദാനിന് ശേഷം സുന്നത്ത് നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തുടരുകയാണ്, വഅഫ്ദലു സ്വലാത്തി ബഅദൽ ഫരീള. ഫർള് നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഖിയാമുൽ ലൈലി, തഹജ്ജുദ് നിസ്കാരമാണ്. ശറഹ് മുസ്ലിമിൽ ആ ഹദീസ് കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അബൂദാവൂദും തിർമിദിയും ഇബ്നു മാജയും ഒക്കെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തസ്രീഹും ബി അന്നഹു അഫ്ദലു ശുഹൂരി ലിസ്സൗം. സുന്നത്ത് നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം മുഹറം മാസമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിൻ്റെ 4-ാം വാള്യം 312 ആ കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ സഹീഹ് മുസ്ലിമിലുള്ള മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരണി. അവർ പറയുകയാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ അവിടെയുള്ള ജൂതന്മാരായ ആളുകളൊക്കെ നോമ്പനുഷ്ഠിച്ചവരായ റസൂലുള്ളാഹിക്ക് കാണാൻ കഴിഞ്ഞു. എപ്പോൾ? ആശൂറ ദിവസം, മുഹറം 10-ൻ്റെ അന്ന്. റസൂലുള്ളാഹി നോക്കുമ്പോൾ മുഹറം 10-ൻ്റെ അന്ന് ജൂതന്മാരായ ആളുകളൊക്കെ നോമ്പുകാരായിട്ടാണ് റസൂലുള്ളാഹിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അവരോട് ചോദിച്ചു, എന്താണ് അതിൻ്റെ കാരണം? നിങ്ങൾ മുഹറം 10-ൻ്റെ അന്ന് നോമ്പനുഷ്ഠിക്കാൻ കാരണം എന്താണ് എന്ന് റസൂലുള്ളാഹി അവരോട് അന്വേഷിച്ചപ്പോൾ ഫഖാലു, അപ്പോൾ അവരുടെ മറുപടി അവർ പറഞ്ഞതെന്താണ്? ഹാദൽ യൗമുല്ലദീ അൽഹറല്ലാഹു ഫീഹി മൂസ ബനി ഇസ്രായീൽ അലാ ഫിർഔന. ഫിർഔനിനെതിരായി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ബനു ഇസ്രായേലിനും അല്ലാഹു തആല വിജയം നൽകിയ ദിവസമാണ് ആശൂറ ദിവസം. അതുകൊണ്ട് ഫനഹ്നു നസൂമുഹു തഅലീമൻ ലഹു. അതുകൊണ്ട് ആ ദിവസത്തെ സ്മരിച്ചുകൊണ്ട്, അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആശൂറ നോമ്പെടുക്കുന്നത് എന്ന് ജൂതന്മാരായ ആളുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി പറയുകയാണ്. അപ്പം നബിതങ്ങൾ എന്ത് പറഞ്ഞു? ഫഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നബിതങ്ങൾ പറഞ്ഞു, നഹ്നു ഔലാ ബി മൂസാ മിൻകും. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് നിങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ബന്ധം ഞങ്ങൾക്കാണ് എന്ന് പറയുകയും ഫഅമറ ബി സൗമിഹി, മുഹറം 10-ൻ്റെ അന്ന് റസൂലുള്ളാഹി നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ശറഹ് മുസ്ലിമിൻ്റെ 4-ാം വാള്യം ആ ഹദീസിനെ നമുക്ക് കാണാവുന്നതാണ്. 1130
ഹദീസായിട്ട്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ മുഹറമുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവരുടെ മുകാശഫത്തുൽ ഖുലൂബ് എന്ന സുപ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഇവിടെ അനുസ്മരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വഖദ് വറദ ഫീ ഫദ്ലി അശൂറ ആസാറുൻ കസീറ. ആശൂറായിൻ്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് ധാരാളം ആസാറുകൾ വന്നിട്ടുണ്ട്. എന്താണത്? ധാരാളം സംഭവങ്ങൾ ആശൂറായിൻ്റെ അന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ശ്രേഷ്ഠതയെ വിളിച്ചോതുന്ന ധാരാളം സംഭവങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. എന്താണത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിച്ച ദിവസമാണ് ആശൂറാ ദിവസം, മുഹറം 10. അതുപോലെ മുഹറം 10-നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ആ മുഹറം 10 തന്നെയാണ് ആദം നബിയെ അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. ആ ദിവസം തന്നെയാണ് അല്ലാഹു തആല അർശിനെയും കുർസിയിനെയും ആകാശങ്ങളെയും ഭൂമികളെയും അതുപോലെ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും സ്വർഗത്തെയും ഒക്കെ അല്ലാഹു തആല പടച്ചത് മുഹറം 10-നാണ്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ കാണാം. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മം നടന്നത് മുഹറം 10-നാണ്. അതുപോലെ മുഹറം 10-നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിൻ്റെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുപോലെ നാം നേരത്തെ പറഞ്ഞ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെയുള്ള മുഅ്മിനീങ്ങളും ഫിർഔന്റെ കിരാത മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും മുഹറം 10-നായിരുന്നു. ഫിർഔനെ അല്ലാഹു തആല മുക്കിക്കൊന്നു നൈൽ നദിയിൽ. അതുപോലെ ഫിർഔന്റെ അനുയായികളെയൊക്കെ മുക്കിക്കൊന്നു. അതൊക്കെ മുഹറം 10-നായിരുന്നു. ഫിർഔന്റെ സംഭവം പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും നമുക്ക് കാണാം. അതൊരു വലിയ സംഭവമാണ്. ആ ഫിർഔന്റെ ബോഡി ഇപ്പോഴും കൈറോവിലെ പബ്ലിക് മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഫിർഔനെ അല്ലാഹു തആല മുക്കിക്കൊന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ഒക്കെ ദിവസം മുഹറം 10-നാണ്. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മം നടന്നത് മുഹറം 10-നാണ്. അതുപോലെ ഈസാ നബിയെ ആകാശത്തേക്ക് ഉയർത്തിയതും മുഹറം 10-നാണ്. അതുപോലെ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഉയർത്തിയത്, വലിയ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് ഉയർത്തിയത് മുഹറം 10-നാണ്. അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ അണിഞ്ഞത് അത് മുഹറം 10-നായിരുന്നു. അതുപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല രാജാധികാരം നൽകിയത് മുഹറം 10-നാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. അതുപോലെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തൻ്റെ മകനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കാണാത്തതുകൊണ്ട് ഒരുപാട് കാലം കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുപ്പായം കൊണ്ടുവന്ന് യാക്കൂബ് നബിയുടെ മുഖത്തേക്ക് ഇട്ടപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. അതൊരു മുഹറം 10-നായിരുന്നു. ആ കുപ്പായം യാക്കൂബ് നബിയുടെ മുഖത്ത് കൊണ്ടുപോയി ഇട്ട സംഭവം പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. ഒരു മുഹറം 10-നായിരുന്നു. ഇതൊക്കെ നടക്കുന്നത് വിവിധ മുഹറം 10-കളിലാണ്. അതുപോലെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രയാസമൊക്കെ, രോഗമൊക്കെ മാറ്റി അയ്യൂബിനിക്ക് നല്ല റാഹത്തും സന്തോഷവും നൽകുന്നത് മുഹറം 10-നാണ്. അതുപോലെ ഭൂമിയിൽ ആദ്യമായി മഴ വർഷിച്ചത് മുഹറം 10-നാണ്. മുകാശഫത്തുൽ ഖുലൂബ് എന്ന
ഇമാം ഗസാലി തങ്ങളുടെ കിതാബിൻ്റെ 422 പേജിൽ ആ വിഷയം നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ മുഹറം 10 ധാരാളം വിഷയങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് മുഹറം മാസം മുഴുവനുമായി തന്നെ നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. മുഹറം 9, 10 ഏതായിരുന്നാലും അത് മുഅക്കദായ സുന്നത്താണ്. ആ കാര്യങ്ങളൊക്കെ നാം പഠിക്കണം, മനസ്സിലാക്കണം. റസൂലുള്ളാഹി 10-ൻ്റെ അന്നാണ് നോമ്പനുഷ്ഠിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ അടുത്ത വർഷം ജീവിക്കുകയാണെങ്കിൽ ലഅസൂമന്ന താസിയ, തീർച്ചയായും ഞാൻ 9-ൻ്റെ അന്നും നോമ്പെടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി അടുത്ത കൊല്ലം വഫാത്തായി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉള്ള ഒരു സുദിനമാണ് മുഹറം 9, 10. ഇൻഷാ അല്ലാഹ് ഇത്തരം നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെങ്കിലും തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.